ഹലോ, ഇന്ന് ലുലുവിലാണ് ഞങ്ങൾ പോയത്. കയറിയപ്പോൾ തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിൽ എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളത് ശ്രദ്ധിക്കാതെ ഗ്രോസറി സ്റ്റോറിലേക്ക് കയറി. അവിടെ ഇങ്ങനെ ടൊമാറ്റോയും ഇങ്ങനെ കുറേ മാംഗോസും സീസണലായിട്ടുള്ള എല്ലാ സാധനങ്ങളും. ലുലുവിൽ നിറയെ കാശും കൊണ്ട് പോയാൽ നിറയെ സാധനം മേടിച്ചുകൊണ്ട് വരാം. ഇതിങ്ങനെ കുറേ ഡോനറ്റ്സ്, പേസ്ട്രീസ്, കേക്കുകൾ, അങ്ങനെ ഈദ് സ്പെഷ്യൽ ആയതുകൊണ്ട് അവിടെ എല്ലാം ഒരു ആടിൻ്റെ മയം ഉണ്ടായിരുന്നു കേട്ടോ. കേക്ക്, ആടിൻ്റെ തലയുള്ള കേക്ക്, ആടിൻ്റെ പുറത്ത് ഇങ്ങനെ കുറേ കുക്കീസൊക്കെ വെച്ചേക്കുന്നു. അങ്ങനെ ഇത് കുനാഫ സെക്ഷനാണ് കാണുന്നത് കേട്ടോ. പിന്നെ ഇതെല്ലാം സ്വീറ്റ്സാണ്. ഇത് കേക്ക് സെക്ഷൻ. കേക്ക് ഉണ്ട്, പിന്നെ കുക്കീസുണ്ട്, പിന്നെ മഫിൻസ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഇതൊരു മിനി വ്ളോഗാണ് കേട്ടോ. എല്ലാം ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർ നോക്കുമ്പോൾ ഒരു ഇൻട്രോവേർട്ടിൻ്റെ ഒരു ഉള്ളിൽ നിന്നൊരു സാധനം കയറി വരും. അതുകൊണ്ട് ഞാൻ ആൾക്കാരധികം ശ്രദ്ധിക്കാത്ത മേഖലയിൽ മാത്രമേ വീഡിയോ എടുത്തുള്ളൂ കേട്ടോ. ഇതൊക്കെ മറ്റേ സലാമി, മോർട്ടഡെല്ല അങ്ങനെയുള്ളൊരു സെക്ഷനാണ്. ഇത് നമുക്ക് വെയിറ്റ് അനുസരിച്ച് സാധനം എടുത്തിട്ട് വരാം. പിന്നെ ഇത് ഞങ്ങളുടെ അഞ്ജുവും ജോയ്സിയും കൂടെ പപ്സ് ഉണ്ടോ എന്നറിയാനായിട്ട് അന്വേഷിച്ച് നടക്കുന്നതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആടിൻ്റെ മേളിൽ കുക്കീസൊക്കെ വെച്ചിട്ടുള്ള ഒരു സാധനം. പിന്നെന്താ, ഇത് നമ്മുടെ നാട്ടിലെ ചക്കപ്പഴം 39 റിയാലാണ്. ഞാൻ കണ്ടിട്ട് വെള്ളമിറക്കി ഇങ്ങനെ പോകുന്നു. ഇത് പിന്നെ നമ്മുടെ യോഗർട്ട്, മറ്റേ ലെബാന്, ബട്ടർ, അതൊക്കെ ഉള്ളൊരു സെക്ഷനാണ് ഇത്. ഇതിങ്ങനെ കുറേ ഉണ്ട്, നീണ്ട് കിടക്കുന്നത് കൊണ്ട് നമുക്ക് ഏതാ എന്നതാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. എല്ലാം ഒന്നും ഞങ്ങൾ ഒരിക്കൽ പോലും ലുലുവിൽ പോയാലേ എല്ലാം ഒരുമിച്ച് കണ്ടിട്ട് വരാനുള്ള സമയമില്ല. ഒന്നാമതേ ഇവിടുന്ന് നമ്മളെ ഒരു സമയമാകുമ്പോഴാണ് കൊണ്ടുപോകുന്നത്. യാത്ര തന്നെ ഉണ്ട് 1 hour. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ഷോപ്പിംഗ് എന്ന് പറയാൻ. ഇത് പിന്നെ ഐസ്ക്രീം സെക്ഷന്. ജോയ്സിക്ക് ഐസ്ക്രീം ഇല്ലാതെ പറ്റത്തില്ല. അതുകൊണ്ട് ഐസ്ക്രീമിൻ്റെ അവിടെ കുറേ കിടന്ന് കറങ്ങി. ഞങ്ങൾ പറഞ്ഞു മധുരം കുറയ്ക്കണമെന്നൊന്നും പറഞ്ഞിട്ടൊന്നും കേട്ടില്ല. ഇത് പിന്നെ സ്വർണ്ണക്കട. ഈ സ്വർണ്ണക്കടയിൽ കയറി ഞങ്ങളൊരു സ്വർണ്ണമൊക്കെ എടുത്തു. ഇത് പിന്നെ ഫ്ലവറിൻ്റെ ഒരു സെക്ഷൻ. അന്നേരം ഒരു മനുഷ്യൻ അങ്ങോട്ടും കയറി വന്നു. അത് ചോനിട്ടെടുക്കാനും പറ്റിയില്ല. ഇത് പിന്നെ ഞങ്ങൾ മേളിലത്തെ സെക്ഷനിലോട്ട് കയറിയതാണ്. അവിടെയാണ് നമുക്ക് ഫുഡ് കിട്ടുന്നത്. അപ്പം ഫുഡ് കിട്ടുന്നിടത്ത് ഇങ്ങനെ അന്വേഷിച്ച് നടന്ന് പോകുന്ന രംഗമാണ്. അപ്പം ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ കറങ്ങി ഇപ്പുറത്ത് പാലാരം എന്നുണ്ട് റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ പോയി ഞങ്ങൾ മസാല ദോശ, ഒരാൾ ഗീ റോസ്റ്റ്, ഞങ്ങൾ 3 പേര് മസാല ദോശ കഴിച്ചു. അത് കഴിഞ്ഞിട്ടാണ് അവിടുന്ന് പിന്നെ ഓട്ടപ്രദർശനമായിരുന്നു. നേരം പോയി അന്നേരം. ഇതിങ്ങനെ മറ്റേ ബെഡ്ഷീറ്റും കർട്ടൻസും ബ്ലാങ്കറ്റുകളും കുഷ്യൻസ് ഇതൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. ഇവിടെ പോയി ഇതും ഭയങ്കര തിരക്കായി. ഇതായതുകൊണ്ട് വൈകിട്ടായപ്പം ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒത്തിരിയൊന്നും വീഡിയോ ഒന്നും എടുത്തില്ല. ഇത് പിന്നെ ഒരു ചെറിയ ഗിഫ്റ്റ് സെക്ഷൻ. ഞാനെപ്പോൾ പോയാലും ഇവിടെ ചുമ്മാ ഒന്ന് കറങ്ങും. ഒന്നും എടുക്കത്തൊന്നുമില്ല, എന്നാലും ഇങ്ങനെ ഒന്ന് കറങ്ങി കണ്ട് സന്തോഷിച്ച് ഇങ്ങ് പോരും. അപ്പോൾ ഇവിടെ ഇതിങ്ങനെ എടുത്തുകൊണ്ടിരുന്നപ്പോൾ 2 മനുഷ്യന്മാർ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് എന്തോ നീ കാണിക്കുന്നതെന്ന് നോക്കുന്നുണ്ട്. ഞാൻ പിന്നെ കൂടുതലൊന്നും അവിടുന്ന് അങ്ങോട്ട് വീഡിയോയിൽ പകർത്താൻ പോയില്ല. ഇതതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ അതും ഷോ പീസായിട്ടുള്ള എന്തോ കാര്യങ്ങളൊക്കെയാണ്. നല്ല വിലയായത് കാരണം ഞാനത് കൂടുതലായിട്ട് നോക്കിയില്ല. ഇത് പിന്നെ ബെഡ്ഷീറ്റ്, നല്ല ബെഡ്ഷീറ്റാണ് ലുലുന്ന് കിട്ടുന്നത്. ഞാൻ 2 എണ്ണം മേടിച്ചിട്ടുണ്ട് ലുലുന്ന്. 2ഉം നല്ല ബെഡ്ഷീറ്റുകളാണ്. 12-നും 15-നും 39-നും അത് ഓരോരുത്തരുടെ റേറ്റ് അനുസരിച്ച് എടുക്കാനുള്ളതുണ്ട്. ഇത് പിന്നെ ഓടിച്ചെന്നെടുത്തതാണ്. ഗേൾസിൻ്റെ സെക്ഷൻ, നമ്മുടെ ലേഡീസിൻ്റെ ഒക്കെ സെക്ഷൻ. ഓടിപ്പോയി എടുത്തേച്ച് ഇങ്ങ് പോന്നു. ഇതാണ് ആ മസാല ദോശ. പിന്നെ പിന്നെ അങ്ങോട്ട് ഫോട്ടോ സെഷൻ്റെ ഒരു ടൈമായിരുന്നു. ഫോട്ടോ കഴിച്ച് കഴിഞ്ഞ് വയറ് നിറഞ്ഞു. അന്നേരം പിന്നെ അടിമുടി ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ഇപ്പുറത്തെ കോർണറിലോട്ട് നടന്നു വന്നു. ഞങ്ങൾ ഇവിടെ നിന്നൊരു ഫലൂദ ഓർഡർ ചെയ്തു. ഫലൂദ ഓർഡർ ചെയ്തപ്പോൾ അതിന് മുന്നത്തെ രംഗമാണ് ഈ കാണുന്നത്. ഇത് ഞങ്ങളുടെ അനശ്വരയും സോണിയയുമാണ്. വീഡിയോ കണ്ടാൽ അന്നേരം 2 പേരിലും ബുക്കി ഹായ് എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്യും. പിന്നെ ഇത് ഞങ്ങൾ ഫലൂദ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അപ്പം ചുമ്മാതെ ചുറ്റിനുള്ളതൊക്കെ ഒന്ന് എടുത്തു. ഇവിടെ എല്ലാം കിട്ടും കേട്ടോ. ഇത് ഇറങ്ങുന്നതിന് ലാസ്റ്റ് മിനിറ്റ് മുന്നേ ഞാൻ ആരെയും കൂട്ടാതെ ഓടിപ്പോയി ചുമ്മാ അതൊരു വീഡിയോ എടുത്തതാണ്. ഇത് നമ്മൾ ഗെയിം സെക്ഷനാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ സമയം 12 മണിയായി. അന്നേരത്തേക്കിന് പിന്നെ തിരിച്ച് നമ്മുടെ വണ്ടിയിൽ നമ്മളെ പിക്ക് ചെയ്തു. ഇങ്ങനെ ആ യാത്രയുടെ രംഗമാണ് നിങ്ങളീ കാണുന്നത്. വീണ്ടും തിരിച്ച് ഞങ്ങൾ ഞങ്ങളുടെ ഹോസ്റ്റലിലേക്ക് എത്തപ്പെട്ടു. അങ്ങനെ ഒരു മിനി വ്ലോഗ് കണ്ടു.
അത്രയേ ഉള്ളൂ.